ക്യാൻസർ സുഖപ്പെടുത്താൻ പറ്റുമെന്ന അവകാശവാദം ഹോമിയോ മെഡിക്കൽ കോളേജ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ആയുർവേദ പിന്നെ ആശുപത്രികളായിക്കോട്ടെ അവർ വരുന്നുണ്ട്, ഈ ക്യാൻസർ ഞങ്ങൾ സുഖപ്പെടുത്തുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. എന്താണ് ഇതിലെ യാഥാർത്ഥ്യം? ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഒന്നും ഒരു സിംഗിൾ അസുഖമല്ല. ഒരാളുടെ ബ്രസ്റ്റ് ക്യാൻസർ അല്ല വേറൊരാളുടെ ബ്രസ്റ്റ് ക്യാൻസർ. സ്റ്റേജ് വ്യത്യാസം ഉണ്ടാവും, അതിൻ്റെ ഹോർമോൺ സ്റ്റാറ്റസ് വ്യത്യാസം ഉണ്ടാവും, അതിൻ്റെ HER2 സ്റ്റാറ്റസ് വ്യത്യാസം ഉണ്ടാവും. ഒരു പേഷ്യൻ്റ് ക്യാൻസർ ഉണ്ട് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞാൽ 10% വിവരേ അതിൽ നിന്ന് എനിക്ക് കിട്ടുന്നുള്ളൂ. പിന്നെ ഏത് സ്റ്റേജ്, പിന്നെ അതിൻ്റെ ഹോർമോൺ റിസപ്റ്റർ സ്റ്റാറ്റസ്, പിന്നെ അത് കഴിഞ്ഞിട്ട് പെറ്റ് സ്കാൻ, അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അണ്ടർലൈങ് മ്യൂട്ടേഷൻ എന്ന് പറയുന്ന പോലെ വേറെ അഡീഷണൽ മ്യൂട്ടേഷൻസ്. എന്ന് വെച്ചാൽ എനിക്ക് ക്യാൻസർ ഉണ്ട് എന്ന് പറഞ്ഞ് 10% മുതൽ 100% വിവരം കിട്ടണമെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് another 100 pages ഓഫ് ഇൻഫർമേഷൻ വേണമില്ല, റൈറ്റ്? ഇറ്റ് ക്യാൻ ബി സ്റ്റേജ് 1 or stage 2 or stage 3, ബട്ട് ദ സ്പീഡ് ഈസ് എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് തിങ്. അതാണ് ഞാൻ പറഞ്ഞത്, ക്യാൻസർ ഈസ് നോട്ട് ഓൺലി സ്റ്റേജ്, ഇറ്റ് ഹാസ് സോ മെനി അതർ ഫീച്ചേഴ്സ്. വി ട്രീറ്റ് ദം ഡിഫറെൻ്റ്ലി. അപ്പോൾ അങ്ങനത്തെ ഒരു ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻ്റ് ഇപ്പം എൻ്റെ അടുത്ത് വന്നാൽ പറയും നിങ്ങൾ കീമോ എടുക്കണം എന്ന് പറയും. ആ കീമോ എടുക്കണം എന്ന് പറയുന്നത് ഇപ്പോൾ സ്റ്റേജ് 2 ഒരാൾ ബ്രസ്റ്റ് ക്യാൻസർ റിമൂവ് ചെയ്ത ആൾക്ക് there is a almost 75% chance the patient is already completely cured. അതെങ്ങനെ? സ്റ്റേജ് 2 ക്യാൻസർ അത് മതി. There is a 75% chance the patient is already cured. സ്റ്റേജ് 2 എന്ന് പറഞ്ഞാൽ അത് വേറെ എവിടെയും പോയിട്ടില്ല. പക്ഷേ ഒരു 25% ചാൻസിൽ പിന്നെ മടങ്ങി വരും വേറൊരു ഓർഗനിൽ. ദെൻ അത് മടങ്ങി വരുന്ന സമയത്ത് സ്റ്റേജ് 4 ആയി, റൈറ്റ്? അപ്പം നമ്മളൊരു സ്റ്റേജ് 2 പേഷ്യൻറ്റിനെ കണ്ടിട്ട് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് പറയാണ് നിങ്ങൾ കീമോ എടുക്കണം എന്ന് പറയാം. പക്ഷേ ആ കീമോ എടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു 25% ചാൻസ് റിക്കറൻസ് ഉണ്ട്. കീമോ എടുത്തു കഴിഞ്ഞാൽ അത് 2% ആയിട്ട് കുറക്കാൻ പറ്റും. അതാണ് ശരിക്കും കീമോ എന്ന് പറയുന്നത്. പേഷ്യൻ്റ് ഇത് കേൾക്കുന്നു, പേഷ്യൻ്റ് പറയുന്നു എനിക്ക് കീമോ വേണ്ട, ആൻഡ് ദെൻ ദേ ഡു സം റാൻഡം തിങ്, ഹോമിയോ, യുനാനി, ആയുർവേദ, ഇറ്റ് ഡസൻറ്റ് മാറ്റർ, എനി ഓർ ഷുഗർ പിൽ, എന്ത് വേണമെങ്കിലും എടുത്തു എന്ന് വെച്ചാൽ. സോ ഇഫ് they were the lucky 75% to begin with, അവർ ആ 75% cured ആണെങ്കിൽ it doesn't matter, അവരുടെ ക്യാൻസർ is not going to come back. They were already cured. അത് ഏത് ചികിത്സ എടുത്താലും എടുത്തില്ലെങ്കിലും it would not have come back.